പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരിക്കലും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനമായി ആയിരിക്കാൻ സർവശക്തനാദി ഒരുക്കുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയം അല്പസമയം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് സങ്കീർത്തനങ്ങൾ 78-ാം അധ്യായം, അതിൻ്റെ 6 മുതലുള്ള വാക്യം. വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്തത മനസ്സുള്ള തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്ന് പറഞ്ഞാൽ, വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ച് പറയണം. ഭാവി തലമുറയോട് വിവരിച്ച് പറയുവാൻ നമുക്ക് ദൈവപ്രവൃത്തികൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, നാം ദൈവത്തെ ഒരിക്കലും മറക്കരുത്. 103-ാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്ന മനോഹരമായ വാക്യം നമുക്കറിയാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരം കൊമ്മേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പോൾ ദൈവത്തെ മറക്കരുത്, ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. ദൈവത്തെ മറന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് തെളിയിച്ചു തരുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ മറക്കുന്നവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് യോബിൻ്റെ പുസ്തകത്തിനകത്ത് അതിൽ 8-ാമത്തെ വാക്യത്തിൽ 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തെ മറന്നുപോയാൽ, ദൈവത്തെ അനുസരണക്കേട് കാണിച്ചാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. 13-ാം വാക്യം, യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും പാത അങ്ങനെ തന്നെ, വഷളൻ്റെ ആശ നശിച്ചു പോകും. ദൈവത്തെ മറക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നവൻ വഷളനാണ്. അവൻ വൃത്തികേടുകൾ അല്ലെങ്കിൽ മര്യാദ കെട്ട് നടക്കുന്ന ഒരു മനുഷ്യനായി മാറുകയാണ്. അവൻ്റെ ജീവിതത്തിൽ നല്ലത് അവന് പറയുവാനില്ലാതെ വരികയാണ്. നന്മ ചെയ്യുന്ന കാര്യം അവൻ മറന്നു പോകുന്ന അവസ്ഥയാണ്. കാരണം വിശുദ്ധ തിരുവെഴുത്ത് അവനെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ദൈവത്തെ മറന്നുപോയാൽ അവനെ വഷളനായിട്ടാണ് എണ്ണുന്നതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നാം ദൈവത്തെ മറന്നാൽ എന്ത് ചെയ്യും? മറക്കുന്നവൻ്റെ ആശയെല്ലാം നശിച്ചു പോകും. അവൻ എന്താഗ്രഹിച്ചാലും എന്താശിച്ചാലും അവന് സാധ്യമാകുന്നില്ല. കാരണം ദൈവത്തെ മറന്നതുകൊണ്ട്, ദൈവത്തെ ഓർത്ത് ദൈവത്തെ ദൈവമെന്ന് കണ്ട് ആദരവും ബഹുമാനവും ആരാധനയും അർപ്പിക്കാതെ ദൈവത്തെയോട് മറുതലിച്ച് ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തെ മറന്നുപോയാൽ അവൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷകളും ആശകളും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരികയാണ്. 1, അവൻ്റെ ആശ നശിച്ചു പോകും. 2, അവൻ്റെ ആശ്രയം അറ്റുപോകും. ദൈവത്തെ മറന്നാൽ, സങ്കീർത്തനത്തിനകത്ത് നാം പറയുന്നുണ്ട്, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകുകയില്ല എന്നൊക്കെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തെ മറന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പരിതാപകരമായ സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരും. പ്രിയമുള്ളവരെ, ആശ്രയം മറ്റുപോകും. അവനെ ആശ്രയിച്ച എല്ലാ വഴികളും അവിടെ അടയുവാനിടയായി, ആശ്രയിച്ച കൊമ്പുകൾ ഒടിഞ്ഞു പോകുവാനിടയായിത്തീരും. അപ്പോൾ ശ്രദ്ധിക്കുക, ആശ നശിക്കും, ആശ്രയം നശിക്കും. ദൈവത്തെ ഓർത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവവൈതലിന് എന്നും ആശ്രയമായിരിക്കുന്നത് മനുഷ്യനല്ല, അവൻ്റെ ദൈവം തന്നെയാണ്, സർവശക്തനായ ദൈവം തന്നെയാണ്. എന്നാൽ ആശ്രയമായി നിൽക്കുന്ന ആ ദൈവത്തെ മനുഷ്യൻ മറന്നുപോയാൽ അവൻ്റെ ആശ്രയവും കൂടെ തീരുകയാണ്. അവൻ മനുഷ്യനിൽ ആശ്രയിക്കേണ്ടി വരും. പക്ഷെ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ പ്രിയമുള്ളവർ, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ചാൽ അത് പരിധിയില്ല, പരിമിതിയില്ലാതെ ദൈവം നമ്മെ വിടുവിക്കും, ദൈവം നമ്മെ വഴി നടത്തും, ദൈവം നമ്മെ സ്നേഹിക്കും, ദൈവം നമ്മോട് കരുണ കാണിക്കും. അപ്പോൾ ദൈവത്തെ മറന്നാൽ ആശ്രയം അറ്റുപോകും. അടുത്ത്, ദൈവത്തെ മറന്നാൽ അവൻ്റെ ശരണം ചിലന്തി വല പോലെയാണ്, കട്ടിയില്ല. അവൻ്റെ ആശ്രയങ്ങളും ശരണങ്ങളെല്ലാം ചിലന്തി വല വീശിരിക്കുന്നത് പോലെയാണെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. നോക്കിയേ, ദൈവത്തെ മറന്നാൽ
വെയിലത്ത് അവൻ പച്ചയായിരിക്കും, പക്ഷേ അവൻ്റെ ചില്ലികൾ അവൻ്റെ തോട്ടത്തിൽ പടരുന്നു, അവൻ്റെ വേര് കൽക്കുന്നിൽ പിണയുന്നു, അത് കല്ലിടുക്കിൽ ചെന്ന് പിടിക്കുന്നു. ആമേൻ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ വെയിൽ ആകുന്നതിന് മുമ്പ് പച്ചയായിരിക്കും, പക്ഷെ വെയിലായിക്കഴിഞ്ഞാൽ അവന് വേര് ആഴത്തിൽ പോകുവാൻ കഴിയാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു, അതിന് വളരുവാൻ കഴിയുന്നില്ല, അതിൻ്റെ വേര് കൽക്കുന്നിൽ കിടന്ന് പിണയുന്നു, അത് കല്ലെടുക്കിൽ ചെന്ന് പിടിക്കുന്നു. അവൻ്റെ സ്ഥലത്ത് നിന്ന് അവനെ നശിപ്പിച്ചാൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ല എന്ന് അത് അവനെ നിഷേധിക്കും. അപ്പോൾ ആശ നശിക്കും, ആശ്രയം അറ്റുപോകും, ശരണം ചിലന്തി വല പോകുകയാകും. അവൻ്റെ വേര് എന്ത് ചെയ്യുന്നു? വെയിലത്തവൻ പച്ചയായിരിക്കും, പക്ഷേ വേര് ഉണങ്ങിപ്പോയാൽ അത് വാടിപ്പോകും, തളർന്നു പോകും, തകർന്നു പോകും, അത് വളരുവാൻ കഴിയുന്നില്ല. കാരണം ദൈവാശ്രയം നഷ്ടപ്പെട്ടു, ദൈവത്തെ മറന്നുപോയ സാഹചര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, എന്താണ് അവിടെ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ? ആമേ, സ്തോത്രം. അവൻ്റെ സ്ഥലത്ത് നിന്ന് അവനെ നശിപ്പിച്ചു കളയുകയാണ്, പിന്നെ അവനെ എഴുന്നേറ്റ് വരുവാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്തോത്രം. എന്നാൽ ദൈവത്തെ ഓർക്കുന്ന ഒരു ദൈവപൈതൽ അവൻ നിഷ്കളങ്കനെ നിരസിക്കുന്നില്ല. ദൈവം തമ്പുരാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ, വിശ്വസ്തയോടെ, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം ഒരിക്കലും നിരസിച്ച് കളയത്തില്ല. ആമേൻ. ദുഷ്പ്രവർത്തിക്കാരെ താങ്ങുകയുമില്ല. ദൈവം നിഷ്കളങ്കനോട് കൂടെ ഇരിക്കും. പരമാർത്ഥ ഹൃദയങ്ങളോട് ജീവിക്കുന്ന തൻ്റെ ജനത്തോടു കൂടെ ദൈവം ഇരിക്കും. പക്ഷേ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ എന്ത് ചെയ്യുന്നു? ഒരിക്കലും താങ്ങുകയില്ല, എന്ന് പറഞ്ഞാൽ സഹായിക്കുകയുമില്ല. എന്നാൽ അവസാനത്തെ ആ അധ്യായം അവസാനം കുറിക്കുമ്പോൾ ഇങ്ങനെയാണ് യോബിൻ്റെ സ്നേഹിതൻ പറഞ്ഞു നിർത്തുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പൈതലെ ഒരു വാക്ക് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ അവൻ ഇനിയും നിൻ്റെ വായിൽ ചിരിയും, നിൻ്റെ ആദരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. എന്ന് പറഞ്ഞാൽ ഇനിയും നീ ചിരിക്കുന്നൊരു സമയം വരും, ഇനി നിൻ്റെ വായിൽ ഉല്ലാസഘോഷമുണ്ടാകും, ഇനി നിൻ്റെ ആദരങ്ങളിൽ ഉല്ലാസഘോഷമുണ്ടാകും. നീ മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് ആനന്ദിക്കുന്ന ഒരു ദിവസം വരും. നിൻ്റെ കണ്ണുനീര് മാറും, നിൻ്റെ വിലാപങ്ങൾ മാറും, നിൻ്റെ ദാരിദ്ര്യം മാറും, നിൻ്റെ ശൂന്യത മാറും, നിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും, നിൻ്റെ നഷ്ടങ്ങൾ ദൈവം നിനക്ക് തിരിച്ചു തരും, നിൻ്റെ യാതനകളുടെ അവസ്ഥകൾ മാറും, നിന്നെ പകയ്ക്കുന്നവരുടെ മുമ്പിൽ നിന്നെ മാനിക്കും. ആമേൻ. അവസാന അധ്യായം 8-ാം അധ്യായം അവിടെ അവസാനം കുറിക്കുമ്പോൾ പറയും, നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും എന്നാണ്. സ്തോത്രം. കാരണം പലരും കണ്ട് നിന്നെ ലജ്ജിപ്പിക്കുവാൻ നോക്കിയവരെ ദൈവം ലജ്ജ ധരിപ്പിക്കും. അതുകൊണ്ടാണ് സംഘത്തിനക്കാരൻ പറയുന്നത്, പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം. അതെ, യോബിൻ്റെ ജീവിതം പഠിച്ചാൽ അവൻ്റെ ജീവിതം തകർന്നു പോയി എന്ന് വിധിച്ചവരുടെ മുമ്പിൽ അവൻ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. നഷ്ടങ്ങളെല്ലാം ഇരട്ടിയായി ദൈവം മടക്കി കൊടുത്തതായി വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ആധികാരികമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കളോട്, പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ള ഒരു ആത്മീയ സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരിക്കലും ജീവിതത്തിൽ സത്യദൈവത്തെ മറന്നു പോകരുത്. ദൈവത്തെ മറന്നുള്ള ജീവിതം നമുക്കൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവമാണ് എല്ലാറ്റിനും വലുത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതിനെക്കാട്ടിലും ഒക്കെയും വലുത് ദൈവമാണ്. ആ ദൈവം അല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല. ആ ദൈവത്തിലല്ലാതെ ആശ വെക്കാൻ നമുക്ക് വേറെങ്ങുമില്ല. ആ ദൈവത്തിലല്ലാതെ ആശ്രയിക്കാൻ നമുക്ക് വേറെങ്ങുമില്ല. ദൈവത്തിലല്ലാതെ ശരണം പ്രാപിക്കാൻ നമുക്ക് വേറൊരു ഇടമില്ല. പ്രിയമാന്യമിത്രമേ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരോട് ഞാൻ വിളിച്ചു പറയുന്ന ഈ സന്ദേശം ഒന്ന് ദയവായി ശ്രദ്ധിക്കുക. എന്താണ് പറയുന്നത്? ദൈവത്തെ ഒരിക്കലും മറക്കരുത്. ദൈവം ചെയ്ത നന്മകളെ മറക്കരുത്. ദൈവത്തോടൊന്നും നന്ദിയുള്ള ഹൃദയത്തോടെ, ദൈവത്തോടൊന്ന് വിശ്വസ്തത പുലർത്തുന്ന അനുഭവത്തോടെ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം എല്ലാറ്റിനും നന്മയായി മാറ്റുന്ന ഒരു സ്വർഗമാണ്. അതുകൊണ്ട് ഈ സമയം എനിക്ക് നിങ്ങളോട് പ്രബോധിപ്പിക്കാനുള്ള ഈ ആത്മീയ സന്ദേശം, ദൈവത്തെ മറന്നൊരു ജീവിതം നമുക്കൊരിക്കലും ചിന്തിക്കുവാൻ കഴിയുന്നതല്ല. ദൈവമാണ് നമ്മെ ഉയർത്തുന്നതെന്നും ദൈവമാണ് നമ്മെ നടത്തുന്നതെന്നും ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ മേൽ ഭരിക്കുന്നതെന്നും എന്നൊരു ബോധ്യം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകണം. ഞാൻ നടക്കുന്നു, ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടി, ഞാൻ എൻ്റെ സാമർഥ്യം കൊണ്ട് നേടി, എനിക്കെല്ലാ നേട്ടങ്ങളും എൻ്റെ കഴിവാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുവാനല്ല. പിന്നെയോ ദൈവം തന്നതാണെന്നോർത്ത്, ദൈവത്തിൻ്റെ ദാനമാണെന്നോർത്ത്, ദൈവം ചെയ്ത കൃപയാണെന്നും കരുണയാണെന്നും ഓർത്തുകൊണ്ട് ദൈവനാമത്തിനു വേണ്ടി വിശ്വസ്തയോടെ ഒരിക്കലും ദൈവത്തെ മറക്കാതെ, ദൈവത്തെ തള്ളിപ്പറയാതെ, ദൈവത്തോട് മറുതലിക്കാതെ, ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിക്കാതെ, ദൈവത്തിൻ്റെ വാക്കുകളെ നിരസിക്കാതെ, വചനവുമായി ആഴമേറിയ ബന്ധം പുലർത്തിക്കൊണ്ട്
പിടിച്ചുകൊണ്ട് വചനത്തിൽ വേരൂന്നിക്കൊണ്ട് നിത്യതയോളം മുന്നേറുവാനായി നമുക്കൊന്നൊരുക്കപ്പെടാം. ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പ്രിയരെ പറയുവാനുള്ള ഒറ്റ ദൂതേ ഉള്ളൂ. ജീവിതകാലത്തൊരിക്കലും ദൈവത്തെ മറന്ന് ജീവിക്കുവാൻ നമുക്കിടയാകരുത്. ദൈവത്തെ ഓർത്തുകൊണ്ട് നിത്യം ഒരു ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കുവാൻ സർവേശ്വരനായ ദൈവം നമ്മെ സഹായിക്കട്ടെന്ന് പൂർണ്ണമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.